ഞാനും റോഷ്നിയും കൂടി എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഡെക്കാത്തലോൺ പോയ വ്ളോഗാണിത്. സാധാരണ ഞങ്ങൾ രണ്ടുപേരും ചെയ്യാറുള്ള പോലെ എല്ലാം നടന്നൊന്ന് കണ്ടു, എല്ലാത്തിൻ്റെയും വിലയൊക്കെ നോക്കി, വാവ് വണ്ടർഫുൾ നോക്കി. പിന്നെ ഞങ്ങളുടെ അടുത്ത് അത്രയും പൈസയൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ എന്താണോ മേടിക്കാൻ പോയത് അത് മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ പൊതുവെ കാണുന്നതൊക്കെ വാങ്ങിക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. എന്താണോ വാങ്ങിക്കാൻ പോയത് അത് മാത്രം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മിനിമലിസ്റ്റിക് കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. കാശില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, സത്യത്തിൽ ഞാൻ മിനിമലിസത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ബോക്സിങ്ങിൻ്റെ സാധനത്തിൽ ഇടിച്ചത്, പണ്ട് ഞാനൊന്ന് ബോക്സിങ് പഠിക്കാൻ പോയിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അതൊക്കെ ഒന്ന് ഇടിച്ചു നോക്കിയതാണ്. 10,000 രൂപ അത് കൊണ്ടേ കളഞ്ഞായിരുന്നു. പോട്ടെ, അത് ഇവിടെ പറയണ്ട. പിന്നെ റോഷ്നിയുടെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ നോക്കി, ഒന്നും നടന്നൊന്നുമില്ല. പിന്നെ എല്ലാത്തിൻ്റെയും വിലയൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഒരു യൂട്യൂബറിനെ കണ്ടായിരുന്നു, മറ്റേ മാളവിക കൃഷ്ണദാസ് അല്ലേ, അങ്ങനെയല്ലേ പേര്, അങ്ങനെയുള്ളൊരു ഡാൻസർ. പുള്ളിക്കാരിയെ കണ്ടായിരുന്നു. മിണ്ടിയൊന്നുമില്ല. പൊതുവെ സെലിബ്രിറ്റികളെ കണ്ടാലൊന്നും ചെന്ന് ഫോട്ടോ എടുക്കുക, പോയി സംസാരിക്കുക, അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എത്തി നോക്കും, ഓക്കെ, ജസ്റ്റ് കാണും, അത്രേ ഉള്ളൂ. ഈ പയ്യൻ അവിടെ കൂടെ എന്തോ ഇതിൻ്റെ പേര്, സൈക്കിളോ എന്തോ സാധനം ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഓട്ടവും പിടിച്ച്, മെയിൻ താല്പര്യമുള്ള സാധനം ഫുഡാണല്ലോ, ഫുഡ് കഴിക്കാൻ ചിക്കിങ്ങിൽ പോയിട്ട് അവൾ ചീസ് ലവറാണ്, അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ചീസ് ബർഗറും പിന്നെ ഒരു തന്തൂരി പിസയും കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ പിരിയും.